സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കെ ഇടതു വലതു മുന്നണികളിൽ കടുത്ത ആശങ്ക. ശബരിമലയും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയാകുമെന്ന ആശങ്ക സിറ്റിംഗ് സീറ്റിൽ ജയിച്ചു നിന്നുവന്ന പല നേതാക്കൾക്കുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കാഴ്ചവെച്ച മുന്നേറ്റവും തിരുവനന്തപുരം നഗരസഭയിലെ ചരിത്ര വിജയവും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ചേക്കേറാൻ മുതിർന്ന നേതാക്കളെ പോലും പ്രേരിപ്പിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയം ചെറുതൊന്നുമല്ല CPM-നെ പ്രതിരോധത്തിലാക്കിയത്. സംസ്ഥാനത്ത് എല്ലായിടത്തും BJP-ക്ക് ശക്തമായ പിന്തുണ വർദ്ധിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ BJP നേടിയ മഹാവിജയവും CPM-നെ ചെറുതൊന്നുമല്ല ഭീതിയിലാക്കിയത്. മുതിർന്ന CPM നേതാവും മന്ത്രിയുമായ V. ശിവൻകുട്ടിക്ക് പോലും സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാനില്ല എന്ന് പറയേണ്ടി വന്നതും ഇതേ പരാജയ ഭീതിയാണ്. നേമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. ജയിച്ചപ്പോൾ പിന്നെ 1 പ്രാവശ്യം രാജഗോപാലിനെ പരാജയപ്പെടുത്തിയത്, പിന്നെ കുമ്മന രാജശേഖരനെ പരാജയപ്പെടുത്തി, പിന്നെ നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം നേമത്താര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥിതിയും വേറെയല്ല. പരാജയഭീതി കോൺഗ്രസിനും വലുതായുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും പ്രതിച്ഛായ നഷ്ടപ്പെടാൻ കാരണമായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് BJP-യുടെ ആത്മവിശ്വാസം. ജനപിന്തുണയും BJP-ക്ക് അനുകൂലമാണ്. 10 കൊല്ലത്തെ പിണറായി ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരാണ്. പിണറായി സർക്കാരിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ശബരിമല സ്വർണ്ണക്കവർച്ചയുമെല്ലാം ജനം ചർച്ച ചെയ്തേക്കും. ഇതെല്ലാം ഇടതുമുന്നണിയിലെ നേതാക്കൾക്ക് സുരക്ഷിത സ്ഥാനം തേടിപ്പോകാൻ കാരണമാകുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.